കോഴിക്കോട് ഒഞ്ചിയത്ത് 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഫോറൻസിക് സംഘവും പോലീസും പരിശോധന നടത്തി. നെല്ലാച്ചാരി പള്ളിയുടെ പിറകിൽ ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു മൃതദേഹം. ഇരുവരും അമിത അളവിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്ത് നിന്നും ബ്രൗൺ ഷുഗർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നു നൽകും കൂടുതൽ വിവരങ്ങൾ. ഈ മരണത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ടോ പോലീസ്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ അത് പോലീസും ഒപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും പുറത്തുവിട്ടിട്ടുണ്ടോ? പ്രജിൻ, പോലീസിന്റെയും ഫോറൻസിക് സംഘത്തിന്റെയും പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഏറാമല പഞ്ചായത്തിലെ കുന്നുമ്മക്കര എന്ന പ്രദേശത്താണ്. ഈ പ്രദേശത്ത് വെച്ചാണ് ഈ 2 യുവാക്കളുടെ മൃതദേഹം നാട്ടുകാർ കാണുന്നത്. ഒപ്പം അവശനിലയിൽ കണ്ടെത്തിയ ഒരാളും ഉണ്ടായിരുന്നു. ഈ 2 യുവാക്കളും അമിതമായി ലഹരി ഉപയോഗിച്ചതാണ് ഇവരെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ ഘട്ടത്തിൽ നാട്ടുകാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഉണ്ടായത്? നിങ്ങളപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? നമ്മൾ രാവിലെ വന്ന നോക്കുമ്പോൾ 2 ബോഡി ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ 2 പേര് കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പോലീസുകാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ സമാനമായ അത് മരണം ഇവിടെ മുമ്പ് നടന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ 6ഓളം യുവാക്കൾ സമാന രീതിയിൽ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ലഹരി ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് മരിച്ചതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമഗ്രമായ പോലീസ് അന്വേഷണം ഈ കാര്യത്തിലുണ്ട്. രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ എല്ലാവരും ഇതിൽ ഇടപെടേണ്ടതുണ്ട്. അപ്പം ഞാനിപ്പോൾ DYFI പ്രവർത്തനമാണ്. അപ്പോൾ DYFIൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് ക്യാമ്പയിനുകളും പരാതികളും ഈ ലഹരി മാഫിയ ഒരു സങ്കേതമാക്കി വെക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മൾ പല പരാതികളും ഇവിടെ മുമ്പിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ പട്രോളിംഗ് നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. എങ്ങനെയാണ് ചേട്ടാ, ഈ പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിലുള്ള ലഹരി മാഫിയയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? പോലീസിനെ അടക്കം നിങ്ങൾ അറിയിച്ചിരുന്നു? നേരത്തെ ഇതുപോലത്തുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇത്തരം ആളുകൾ തമ്പ് കൂടുകയും അതുപോലെ മയക്കുമരുന്നും മറ്റ് ഉപയോഗിക്കുന്നതായിട്ട് വാർത്തകളുണ്ട്. ഓരോ പ്രദേശത്തും നാട്ടുകാർ ഇവരെ പ്രദേശത്തു നിന്നും ഓടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നേരത്തെ ഇവിടെ ഇത്തരത്തിലൊരു കേന്ദ്രമായിരുന്നു. പിന്നീട് അത് നാട്ടുകാർ ഇടപെട്ട് ഒഴിവാക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു തുടക്കം പിന്നെയും ഇവിടെ വന്നത് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇന്ന് രാവിലെയാണ് 2 മൃതദേഹങ്ങൾ കാണുന്നത്. ഇതുപോലെ ഒരു നാടിനെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലേക്കാണ് അതിൻ്റെ വാർത്ത പ്രചരിച്ചിട്ടുള്ളത്. ഏകദേശം 6ഓളം യുവാക്കൾ നമ്മുടെ പ്രദേശങ്ങളിലായി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവണം ഇത്തരം ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ. അസാധാരണമാണ് ഈ കാര്യം കാരണം നേരത്തെയും സമാനമായ രീതിയിൽ അവിടെ മരണം ഉണ്ടായിട്ടുണ്ട്. അതും 6ഓളം യുവാക്കൾ മരിച്ച ഒരു പ്രദേശമാണ് അത് എന്ന് പറയുമ്പോൾ സമാനമായ രീതിയിൽ വീണ്ടും 2 മൃതദേഹങ്ങൾ കാണുമ്പോൾ, 2 മരണം സംഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്? അതെന്തുകൊണ്ട് തടയാൻ സാധിക്കുന്നില്ല? അധികൃതർ എന്തുകൊണ്ട് കൃത്യമായി ഇടപെടുന്നില്ല എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. നാട്ടുകാർ ഇവിടെ കമ്മിറ്റി അധികം രൂപീകരിച്ചിട്ടും എന്തുകൊണ്ട് തടയാൻ സാധിക്കുന്നില്ല എന്നത് അത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. അത് ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. അതിൽ അന്വേഷണം നടത്തേണ്ടതുമാണ്.